എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഈ സ്നാക്ക് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന്. പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഗസ്റ്റ് വരുമ്പം നമുക്ക് അവരെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണിത്. കാരണം അവർക്ക് തന്നെ അതിശയമായിരിക്കും നമ്മളിത് വീട്ടിലുണ്ടാക്കിയെടുത്തു എന്ന് പറയുമ്പോൾ. കാരണം അത്രയ്ക്കും ടേസ്റ്റുമാണ്, ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഇവിടെ ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ അരിമോദകം എടുത്തിട്ടുണ്ട്. അജ്വൈൻ എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. അത് കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കയ്യിലോട്ട് വെച്ച് നല്ലതായിട്ട് ഇതിനെ അങ്ങ് പ്രസ് ചെയ്ത് തിരുമ്മി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ ആ സീഡിൻ്റെ ഒക്കെ ആ സ്മെല്ല് നല്ലതായിട്ട് പുറത്തിറങ്ങി വരും. എന്നിട്ട് നമുക്ക് ഈ മൈദയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അജ്വൈന് പകരം നിങ്ങൾക്ക് നല്ല ജീരകം വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ അജ്വൈൻ തന്നെയായിരിക്കും. അതിൽ വയറ്റി ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർ ഈ അജ്വൈൻ കഴിക്കുന്നത് നല്ലതാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനെ കൈ കൊണ്ട് തന്നെയാണ് അങ്ങ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തല്ലോ. അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവം നമുക്ക് അറിയാൻ പറ്റും. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തിക്ക് നമ്മൾ ആട്ട കുഴച്ചെടുക്കത്തില്ലേ, അതേ രീതിയിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. മൈദ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് ശകലം എണ്ണ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് എണ്ണ നല്ലതായിട്ട് അങ്ങ് തേച്ച് കൊടുക്കുക. കാരണം ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊരു പാത്രം വെച്ച് ഇതിനെ അടച്ചു കൊടുക്കുക. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിനുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. നമുക്കിനി ഫില്ലിങ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണിത്, അതും കൂടി ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ്, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് നല്ല ജീരകം ചാറ്റ് മസാലയൊക്കെ ആട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും അവോയ്ഡ് ചെയ്യില്ല, അതിട്ട് കൊടുക്കുക തന്നെ ചെയ്യണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നല്ലതായിട്ട് ഉടച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് പുഴുങ്ങുന്ന ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ആദ്യം കുറച്ച് ഇടാവൂ. അതുപോലെ ചാറ്റ് മസാലയ്ക്കകത്തും കുറച്ച് ഉപ്പ് കാണും കേട്ടോ. ഉപ്പ് ഇട്ടുമ്പോൾ എപ്പോഴും നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നും കൂടെ കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഉരുളയും നല്ലതായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഇവിടെ ഞാൻ 2 ഉരുളയും നല്ലതായിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കണം. ഞാൻ ഇവിടെ ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മൈദ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് പരത്തിയെടുക്കണം. ഒത്തിരി അങ്ങ് നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. എത്രയും വലിപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റുമോ അത്രയും വലിപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ നല്ല വലിഞ്ഞ് നല്ലതായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഇതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. വെച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഉരുളയുണ്ടല്ലോ, അതെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് പരത്തിയെടുക്കാം. അതിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഒത്തിരി തിന്നായിട്ടും അല്ല, എന്നാൽ ഒത്തിരി തിക്കായിട്ടും അല്ല കേട്ടോ. ഇത് നമുക്കിപ്പോൾ 4 സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഒരു ഷേപ്പ് ആക്കി എടുക്കണമല്ലോ. അങ്ങനെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ സൈഡ് ഭാഗം നമുക്ക് എടുത്തങ്ങ് മാറ്റാം. ഇതിനെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിനെ അടുത്ത ഉരുളയാക്കി എടുത്ത് നമുക്കിനി പരത്തിയെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പകുതി 3/4 ഭാഗവും ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്പൂണും കൊണ്ടാകുമ്പോൾ നമുക്ക് അത്രയും അങ്ങ് സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഇതിനെ പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. ഒത്തിരി തിന്നായിട്ടല്ല പരത്തി വെച്ചിരിക്കുന്നത്, എന്നാൽ ഒത്തിരി അങ്ങ് തിക്കുമായിട്ടല്ല, ഈ രീതിയിലാണ് അതിനെ വെച്ച് കൊടുത്തിരിക്കുന്നത്.
ആദ്യം ചെയ്ത് മാറ്റി വെച്ച് ചപ്പാത്തി പോലുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ഈ സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിരുന്നു കേട്ടോ. സൈഡ് ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടെ. എന്നിട്ട് അതിനെ എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വലിഞ്ഞു വരും. ഇതിനെ നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 1 ഇഞ്ച് വലിപ്പത്തിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിൽ മൊത്തം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണ്ടത് കുറച്ച് ബാംബൂ സ്റ്റിക്കാണ്. ഞാനിവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുത്തിയെടുക്കത്തില്ലേ ചിക്കനും ഓരോ സാധനങ്ങളൊക്കെ, അങ്ങനെ എടുക്കുന്ന ബാംബൂ സ്റ്റിക്കാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഈർക്കിലുണ്ടല്ലോ, ഈർക്കിലെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിതിൽ നിന്ന് എല്ലാ പീസുകളും എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റുവാണ്. നമ്മളിത് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് എടുത്ത് പ്ലേറ്റിലോട്ടെല്ലാം മാറ്റി വെക്കാം. ഞാൻ ഇതെല്ലാം ഇവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഈ ചപ്പാത്തി പലകയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഷാർപ്പായിട്ടുള്ള കുത്തിയെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാവ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഇത് കുത്തി കൊടുക്കുക. നമ്മൾ ഈ ഞൊറിവൊക്കെ എടുക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ ഈ രീതി കാണിക്കുന്ന രീതി വേണം ഇതിനെ കുത്തിയെടുക്കാനായിട്ട്. വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊരു രസമായിട്ട് തോന്നിക്കും ഇങ്ങനെ കുത്തിയെടുക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ കുത്തി റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നീളത്തിൽ ഇത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് 3 എണ്ണമായിട്ടല്ല 5-6 എണ്ണമായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം കൂടെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ. അങ്ങനെ ഞാനിതെല്ലാം സ്റ്റിക്കയിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും പീസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ബാക്കി വന്ന കുറച്ച് മാവുണ്ടല്ലോ, 2 ചപ്പാത്തി പോലെ പരത്തിയതിൻ്റെ സൈഡിൽ കട്ട് ചെയ്തെടുത്ത് ഇത്രയും മാവുണ്ട്. ഇതിനെ നമ്മൾ 2 പീസാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇതേ രീതിയിൽ അത് നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മൈദ എടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒരു ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ നമുക്കിതിനെ മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കാരണം ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്ത മാവുണ്ടല്ലോ, ഈ മാവിലോട്ട് നമുക്കിത് മുക്കിയെടുക്കണം. മുക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡ് ഭാഗം കണ്ടില്ലേ, ഇങ്ങനെ ഫില്ലിങ് കാണാവുന്ന 2 സൈഡ് ഭാഗം, ഈ 2 സൈഡ് ഭാഗമാണ് നമ്മൾ മുക്കിയെടുക്കേണ്ടത്. പിന്നെ ഞാൻ ഈ സ്റ്റിക്കിൻ്റെ പകുതി ഒടിച്ച് കളഞ്ഞിരുന്നു കേട്ടോ, വലിയ നീളമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാൻ ഇത് കിടക്കാനായിട്ട് പാടാണ്. അതുകൊണ്ട് ഞാൻ പകുതി ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുക്കിയെടുത്തിട്ട് നേരെ ചൂടായ എണ്ണയിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോ നമ്മൾ ചെയ്തെടുത്ത സാധനങ്ങളും ഈ മാവിൻ്റെ അകത്ത് മുക്കിയിട്ട് എണ്ണയിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഫ്രൈ ആവുന്നതനുസരിച്ച് നമുക്കിതിനെ തിരിച്ചും മറിച്ചൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം. സമൂസയൊക്കെ ഫ്രൈ ആയി വരുമ്പോൾ ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു കളർ ആവുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മൾ സമൂസയൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നമുക്ക് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇവിടെ ഞാൻ ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനെല്ലാം റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാട്ടോ. കഴിച്ചു നോക്കിയിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പഞ്ചാബി സമൂസ മേടിക്കാൻ കിട്ടും. പഞ്ചാബി സമൂസയുടെ ആ ഒരു ടേസ്റ്റാണ് എനിക്കിത് തോന്നിയത്. പഞ്ചാബി സമൂസയെക്കാളും അടിപൊളി ടേസ്റ്റാട്ടോ. കുറച്ച് കെച്ചപ്പും കൂടെ എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ചാറ്റ് മസാല, അതുപോലെ നല്ല ജീരകം വറുത്ത് പൊടിച്ചൊക്കെ ഇട്ടില്ലേ, അതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളും ആരും വിശ്വസിക്കില്ല, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യത്തേക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കും, കാരണം നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു ഐറ്റം തന്നെയല്ലേ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.